ഇതൊക്കെ തന്നെയാണ് അവർ കേൾക്കേണ്ടത്. ഇനി കാണാനുള്ള പ്രേക്ഷകരോടാണ് ഞാൻ പറഞ്ഞത്. നന്നായിട്ടുണ്ട്. നല്ല ഒരു ഫാമിലി മൂഡിൽ കാണാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്. പറയാത്തൊരു സബ്ജക്റ്റാണ്. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല ഫാസ്റ്റായിട്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റിംഗ് ആണ്, പിന്നെ നല്ല എഡിറ്റിംഗ് ആണ്, നല്ല റീ റെക്കോർഡിംഗ് ആണ്, ഹ്യൂമറും ഉണ്ട് നന്നായിട്ട്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. മെസ്സേജ് തീർച്ചയായിട്ടും കൊടുക്കുന്നത്. കാരണം ദമ്പതിമാർ, അതായത് നമ്മുടെ ഈ കുടുംബ മലയാളികളുടെ പ്രത്യേകിച്ച്, മറ്റുള്ളതല്ല, നമ്മുടെ മലയാളികൾ കുടുംബകോടതികൾ ഒരുപാട് കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അവരൊക്കെ വന്നൊരു 2.5 മണിക്കൂർ വന്ന് സ്പെൻഡ് ചെയ്ത് അത്രയ്ക്കും നല്ലത്. കാരണം അത്രയ്ക്കും നല്ലൊരു കഥ, നിയമവശങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തെറ്റാരുടെ ഭാഗത്തു നിന്നുള്ള 2 ഇരുവശത്തു നിന്ന് നമുക്ക് കേൾക്കുന്നതാണ്. അതേപോലെ ഇതിലൊരു സംഭവമുണ്ട്. ആയാലും ഇപ്പം ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥ, വ്യത്യസ്തമായിട്ടുള്ള കഥ. ആയാലും ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമ ധൈര്യപൂർവ്വം വന്ന് എല്ലാവർക്കും കാണാം. കല്യാണം കഴിക്കാൻ പോകുന്നവരും ഇത് വന്ന് കണ്ടിരിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ്. വളരെ നല്ല മെസ്സേജാണ്. അതായത് പ്രത്യേകിച്ചും യങ് ജനറേഷൻ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും ഒരുപാട് ജീവിതസ്പർശിയായിട്ടുള്ള ഒരു റോൾ ആസിഫ് അലി തകർത്ത് ചെയ്തിട്ടുണ്ട്. തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമായി. നല്ല റോളായി. ഞങ്ങൾക്ക് എന്താ അറിയുക, ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ആസിഫ് അലിയുടെ ഇപ്പോൾ നീരജ് അമ്മയായിട്ട് ചെയ്യണത് 9ാമത്തെ സിനിമയായിട്ടാണ്. അപ്പം ഞങ്ങൾക്ക് അതും അങ്ങനെ ഒരു സന്തോഷം കൂടിയുണ്ട്. അതിൽ വളരെ ഇഷ്ടമായി. എല്ലാവരും കാണുമെന്ന് വിചാരിക്കുക. എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യട്ടെ. പ്രേക്ഷകർ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കണ്ട അഭിപ്രായം പറയട്ടെ. ആഗ്രഹിക്കണം, നമ്മൾ അങ്ങനെയാണല്ലോ. എല്ലാവരും കാണണം, അഭിപ്രായം പറയണം. നോക്കാം. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഇഷ്ടമാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും ഒന്നും ഇല്ല. അതൊക്കെ പോയി. രജനീകാന്ത്, മോഹൻലാൽ, മമ്മൂട്ടി കൂടി ഇതെല്ലാം അവസാനിക്കും. പിന്നെ വരുന്ന ആരാ? ഏറ്റവും നല്ല നടനാണ്. ആ നടനെ അഡ്രസ്സ് ചെയ്യുന്ന മലയാളികളായിട്ടുള്ള നമ്മൾ എല്ലാ ഭാഷയിലുള്ള നടന്മാരെയും നടിമാരെയും അംഗീകരിക്കുന്നവരാണ് മലയാളികൾ. പ്രത്യേകിച്ച് മലയാളത്തിലുള്ള നടന്മാരെ എല്ലാം ഇഷ്ടമാണ്. പക്ഷേ ഡിഫറൻ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അവരോട് കൂടുതൽ താല്പര്യമില്ല. ഞാൻ ഒരു ദിവസം പണിയെടുക്കുന്ന എൻ്റെ ശമ്പളം എത്രയാണെന്ന് അറിയാമോ? 1300 രൂപയാണ്. 1300 രൂപ ചിലവാക്കി നമ്മളിവിടെ വന്നു ഒരു തിയേറ്ററിൽ ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിലവ് 2000 രൂപയാണ്. ഈ 2000 രൂപ കൊണ്ടൊന്ന് ചിലവാക്കി ഒരു സിനിമ, ഞാൻ വന്ന ആസിഫ് അലിയുടെ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ആസിഫ് അലി എൻ്റെ സ്വന്തക്കാരനല്ലല്ലോ. ആണോ? അല്ല. നമ്മളൊരു പ്രതീക്ഷയല്ല ആസിഫ് അലിക്ക് നമ്മൾ കൊടുക്കണം. എൻ്റെ 2000 രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു ദിവസം. എൻ്റെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഞാനിവിടെ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ആസിഫ് അലി എന്ന് പറയുന്ന ക്യാരക്ടറിൽ ആ കഥാപാത്രത്തെ എനിക്ക് വിശ്വാസം വേണം. അങ്ങനെയാണ് തിയേറ്ററിലേക്ക് ആൾ വരുന്നത്. അപ്പോൾ അത് വിശ്വാസം കൊടുക്കേണ്ടത് ഒരു നടൻ്റെ ബാധ്യതയായിട്ട് ഏറ്റെടുക്കുക, നടിയുടെ ബാധ്യതയായിട്ട് ഏറ്റെടുക്കുക, ഡയറക്ഷൻ്റെ ബാധ്യതയായിട്ട് എടുക്കുക, പ്രൊഡ്യൂസറുടെ ബാധ്യതയായിട്ട് ഏറ്റെടുക്കുക. അത്തരം സിനിമകൾ ചെയ്യുക. അപ്പം ഓട്ടോമാറ്റിക്കലി തിയേറ്ററിലേക്ക് ആൾ വരും. ഇത്തരം സിനിമകൾ എടുത്താൽ തിയേറ്ററിലേക്ക് ആൾ വരും എന്നുള്ള കാര്യത്തിൽ സംശയം വിചാരിക്കേണ്ട. നാളെ പെരുന്നാളായിട്ട് ഞാൻ പറയണം, ഒരു പെരുന്നാൾ സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ പടമാണ്. ഡയറക്ടറുണ്ട് സേതുയുടെ പല എക്സ്പീരിയൻസുകളെല്ലാം പടത്തിൽ പകർന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെല്ലാം ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ മെയിൻ പൊളി. അതായത് ആണുങ്ങളായതുകൊണ്ട് പറഞ്ഞല്ല, ഇത് പെണ്ണുങ്ങൾക്ക് സപ്പോർട്ടാണ്. പക്ഷേ നമുക്കൊണ്ട് സംസാരിക്കണമല്ല. നമ്മളെപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന, ഞാനൊരു കല്യാണം കഴിച്ച ആളാണ്. പക്ഷെ എന്നാലും നമുക്കൊരു പീക്കിൽ വരുമ്പോഴേക്കും ചില മൂവ്മെൻ്റൊക്കെ കൈയടിച്ച് പോകും. അങ്ങനത്തെ ഒരു പരിപാടി പിടിച്ചാണ്.